ഒറ്റമൈനയുടെ ഏറെക്കാലമായുള്ള ഒരു ആഗ്രഹമായിരുന്നു അനന്തപുരിയിലേക്ക് ഒരു യാത്ര. ശ്രീപത്മനാഭ ദർശന പുണ്യവും തീർത്ഥവും മനസാൽ ഏറ്റുവാങ്ങിയും പറന്നുയർന്ന് നിയമസഭാ മന്ദിരത്തിന്റെ പ്രധാന കവാടത്തിനരികിലുള്ള തണൽമരച്ചില്ലയിൽ വിശ്രമിക്കുമ്പോഴാണ് ഇന്ന് നിയമസഭ ചേരുന്ന കാര്യം ഒറ്റമൈനയുടെ ഓർമ്മയിൽ എത്തിയത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരണ പ്രതിപക്ഷ MLA-മാരും നിയമസഭാ സമ്മേളനത്തിന് എത്തി തുടങ്ങിയിരിക്കുന്നു. നിയമസഭയിൽ കണ്ടുപോകരുതെന്ന പ്രതിപക്ഷ നേതാവിന്റെ ഭീഷണിയും താക്കീതും വകവയ്ക്കാതെ രാഹുൽ മാങ്കൂട്ടം MLA എത്താൻ സാധ്യതയുണ്ടെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന് ചിറകുമിനുക്കുന്നതിനിടയിലാണ് തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്നത് പോലെ അതാ ഒരു വെള്ളക്കാറിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടം. നെഞ്ചുവിരിച്ച് നിയമസഭയ്ക്കുള്ളിലേക്ക് നടക്കുകയാണ് രാഹുൽ. വരില്ലെന്ന ധാരണയിലായിരുന്നു എല്ലാവരുമെങ്കിലും കണക്കുകൂട്ടലുകളെ എല്ലാം കാറ്റിൽ പറത്തി രാഹുൽ അംഗം ജയിച്ച ആരോമലുണ്ണിയെ പോലെ സഭയ്ക്കുള്ളിലേക്ക് അതാ പ്രവേശിച്ചിരിക്കുന്നു. താൻ വിലക്കിയിട്ടും തന്റെ ഇടത്തോടെ സഭയിലെത്തിയ രാഹുലിനെ പ്രതിപക്ഷ നേതാവും വടക്കം പറവൂരിലെ മാനസപുത്രിയുടെ കേക്കച്ചനുമായ VD സതീശൻ തുറിച്ചു നോക്കുകയാണ്. കേക്കച്ചന്റെ മാനസപുത്രിയെ കൊണ്ട് ചുറുചുറുക്കും കാര്യപ്രാപ്തിയും തന്റെ ഇടവുമുള്ള രാഹുലിനെ തളയ്ക്കാൻ നടത്തിയ പൊറാട്ട് നാടകം 8 നിലയിൽ പൊട്ടിയെന്ന് മാത്രമല്ല, കുഞ്ഞു തീത്തരികൾ സാക്ഷാൽ കേക്കച്ചന്റെ കട്ടിമീശത്തുമ്പിൽ വീണ് തീപ്പൊരി ചിതറുകയും ചെയ്തു. അവിഹിത ഗർഭം, ഇക്കിളിച്ചാറ്റിംഗ് തുടങ്ങി പരാതി പ്രവാഹത്തിൽ കോൺഗ്രസിന്റെ മൺവീട് ഒഴുകിപ്പോയേക്കുമെന്നും ഒറ്റമൈന ഭയന്നു. ഭരണ പ്രതിപക്ഷ നിരയിൽ ഹരിചന്ദ്രന്മാരില്ലാത്തതിനാൽ വലിയ ബഹളമൊന്നും ഉണ്ടായില്ല. എന്നിരുന്നാലും പറവൂരയ്യൻ കണ്ണുരുട്ടിയും മുഷ്ടി ചുരുട്ടിയും മുഖത്ത് രൗദ്രഭാവം നിറച്ചും രാഹുലിനെ സഭയ്ക്ക് പുറത്ത് ചാടിക്കാൻ കഠിന ശ്രമം നടത്തുകയാണ്. പ്രത്യേക ബ്ലോക്കിലെ ഇരിപ്പിടത്തിലെത്തി അവിടെ ഇരുന്ന ശേഷം പാപം ചെയ്യാത്തവർ തന്നെ കല്ലെറിയട്ടെ എന്ന മട്ടിൽ ചെറുചിരി വിരിയിച്ച് രാഹുൽ കരുളുറപ്പ് ഒന്നുകൂടി തെളിയിച്ചു. രാഹുൽ പുറത്തു പോകണമെന്ന് എഴുതിയ ഒരു കുറിപ്പ് നിയമസഭാ ശിപായി ആങ്കൂട്ടത്തിനെ ഏൽപ്പിച്ചു. പ്രതിപക്ഷ നിരയിൽ നിന്നാണ് ആ കുറിപ്പ് എത്തിയത്. രാഹുൽ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് നെഞ്ചു വിരിച്ച് തലയെടുപ്പോടെ നിയമസഭാ മന്ദിരത്തിന് പുറത്തിറങ്ങി. വിവാദങ്ങൾക്ക് തീ കൊളുത്തിയ പറവൂരുകാരി സിനിമാ നടി രാഹുലിന്റെ മറവിൽ സെലിബ്രിറ്റിയായി മാറി. ഉദ്ഘാടനം, തീറ്റ, മാങ്ങാചപ്പൽ, പായസം മോന്തൽ തുടങ്ങി പല പല പരിപാടികളിൽ പങ്കെടുത്ത് 10 പുത്തനും അവർ സമ്പാദിച്ചു. ഇതൊക്കെ കാണുമ്പോൾ കേക്കച്ചൻ മാനസപുത്രിയുടെ വളർച്ചയിൽ രോമാഞ്ചം കൊള്ളുന്നുണ്ടാവും. നഞ്ചെന്തിനാ നാന്നാഴി, ഒരു കഴഞ്ച് പോരെ. അതെ, പിത്തളമണി എന്ന് പേര്, വിളിക്കുന്നത് പൊന്നുമണിയെന്നും. എന്റെ ശിവനെ, ഞാനൊന്ന് കുലുങ്ങി ചിരിച്ചോട്ടെ.